അമ്മേ ഞാൻ പോണ്ടാ. ആ ശരി മോനെ, സൂക്ഷിച്ചു പോണേ, അവിടേക്ക് കുഴിച്ചിട്ടിട്ടുണ്ട്. ശരി അമ്മേ. സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. കാനയുടെ സൈഡിൽ കൂടെ പൈപ്പൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ മോളെ. എന്താ ചേച്ചി? ഞാൻ അവരോട് പറയുകയായിരുന്നു സൂക്ഷിച്ച് ചെയ്യണം. താഴെ പൈപ്പ് ലൈനൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ അവർക്ക് അറിയാം, അവര് നോക്കി ചെയ്തോളും, കുഴപ്പമില്ല. ഇപ്പൊ എന്തിനത് ചെയ്യിക്കുന്നത്? അവിടെ മഴവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, അത് പോകാനായിട്ടാ, അതാ ചെയ്യിക്കുന്നത്. അത് ശരി. എന്നാ പോയിക്കോട്ടെ. ശരി. വിളിക്കാൻ ഒന്ന് ഹോൾഡ് ചെയ്യും മാഡം. അതെ, ആ പൈപ്പ് കാനയുടെ സൈഡിൽ നിന്ന് പൊളിച്ചപ്പോളെ ചെറുതായിട്ടൊന്ന് പൊട്ടി. ഈശ്വര, അവരിപ്പൊ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ ഇവിടെ പൈപ്പ് ഉണ്ടെന്ന്. ചെറുതായിട്ടാണ് മാഡം, ചെറുതായിട്ടൊന്ന് പൊട്ടിയെന്നേ ഉള്ളു. ചെറുതായിട്ടല്ലേ, സാരില്ല, പോട്ടെ, കുഴപ്പമില്ല. അല്ല, ഇതൊന്ന് വൈകിട്ട് തന്നെ തീർക്കും മാഡം. ആ പറയടാ ഉണ്ണി. ഉണ്ണി ഉണ്ണി എടാ റെഡി ആയില്ല, നീ ഇത്ര നേരം ഇട്ടും? ഓ എനിക്കൊരു മൂടില്ലടാ. എന്തുറ്റി? ആ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞടക്ക. ഇവന്മാരെ വിളിച്ചിട്ട് 3000-4000 രൂപയൊക്കെ ചോദിക്കുന്നേ. എന്തോന്ന് ചെയ്യാനാ? എടാ ഇതാണ് കാര്യം. നീ രാത്രി കുറച്ച് ഫിനോയിലും മണ്ണെണ്ണയും റെഡിയാക്കി പോയി, നമുക്ക് നൈസായിട്ട് കാണയിലേക്ക് തട്ടാം. ഓ അത് വേണോ? ഇതൊക്കെ എല്ലാരും ചെയ്യണല്ലേ. നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് പോവാം. ശരി. മോളെ. എന്താ ചേച്ചി? എന്താ മോളെ ഇത്? ഞാൻ പറഞ്ഞതല്ലേ അതൊന്ന് സൂക്ഷിച്ച് ചെയ്യണെന്ന്. അവരെല്ലാം പൊട്ടിച്ചിട്ടേച്ചും പോയിരിക്കുക. ഓ, അത് നിസാര പൊട്ടല ചേച്ചി. എന്ത് നിസാര പൊട്ടൽ? കുടിവെള്ളം വരുന്ന പൈപ്പാണ്, അത് കാനയിലൂടെ പോകുന്നത്. അതിലൂടെ എന്തെല്ലാം മാലിന്യങ്ങൾ വരുന്നേ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? മോളൊന്നും ചെയ്യണ്ട, ഞാൻ കോർപ്പറേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് നാളെ വരാന്നാ പറഞ്ഞേ. ശരി. അമ്മേ. ആ ദാ മോനെ വരുന്നു. മതിയായി. ഇവർക്കൊന്നും വേറെ ഒരു പണിയുമില്ല. എന്താടാ, വിശക്കുണ്ടോ? ഇപ്പൊ തരാട്ടാ. എന്നാ കഴിക്കട്ടോ. ഇന്ന് ഇത് തന്നെയാണോ അമ്മ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമൂസല്ലേ? അതെ വന്നടാ. ചേട്ടോയ്, ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? പനി ഇപ്പൊ എങ്ങനെയുണ്ട്? പനി മാറാൻ കുറച്ച് ദിവസം കൂടി എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ടാണ് തണുപ്പത്തിന് ചേട്ടൻ മൂത്ര വയ്ക്കണേ? ഇവിടെ നിന്ന് ഒഴിക്കണ സുഖം അകത്തുനിന്ന് കിട്ടൂലല്ലോ. ശരിയെന്നാ, നടക്കട്ടെ. ഓക്കെ. അച്ഛാ മണ്ണെണ്ണ. അതെ, ഔട്ട്ലൈൻ പൊട്ടിച്ചിട്ടാണ് കളയണത്. അതെ. എടാ ഉണ്ണി. എടാ മണ്ണെണ്ണ കിട്ടിയാ? ഫിനോയിലാ? എന്നൊരു കാര്യം ചെയ്യ്, ഞാൻ ആ മതിലിനപ്പുറത്ത് നിൽക്കാം. ഓക്കെ, നീ എടുത്തു തന്നാ മതി, ഞാൻ കാണലിട്ടോളാം. നീ ചെല്ലേ, ഞാൻ എടുത്തുതരാം. അച്ഛാ സൈഡൊന്ന് പിടിച്ചേ. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടിയൊക്കെ അടിപൊളിയായി. സാമ്പാർ മാത്രം കുറെ ബാക്കിയുണ്ട്. ഒരു കാര്യം ചെയ്യ്, അടുത്ത് കാണലേക്ക് തട്ട്. മോളിലേക്ക് തട്ടാം.
ആ ഇവിടെ ഇന്ന് ആരെയാ കാത്തു നിൽക്കുന്നേ? പൈപ്പ് പൊട്ടിയതേ റിപ്പയർ ചെയ്യാനായിട്ട് ഒരാളെ വിളിച്ചിട്ട് 2-3 ദിവസമായി. അപ്പൊ ഇതേ വരെ വന്നില്ല. ഇന്ന് വിളിച്ചപ്പോ വരാന്നാ പറഞ്ഞേ. അതാ നോക്കി നിക്കുന്നേ. ഓ ശരി എന്നാ. ഇന്നെന്താ മോനില്ലേ കൂടെ? ഓ അവനൊരു ചെറിയ പനിയുണ്ട്. ഓ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. അപ്പോ ഡോക്ടറെ കാണിച്ചില്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. സൂക്ഷിക്കണേട്ടോ. ഓ എന്നാ ശരി, ഞാൻ പോട്ടെ. ശരി. അതെ, എവിടെ ഈ പൈപ്പ് പൊട്ടിയണത്? നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? വിളിച്ചിട്ട് 3-4 ദിവസമായി. അവിടെ ആളില്ലാത്തതുകൊണ്ടാ. എവിടെയാ പൊട്ടിയേക്കണേ? ദാവിടെ. ഓ ശരി. ആ ചേച്ചി എവിടെ പോണു? മോന്റെ പനിയെ കുറച്ചുകൂടി കൂടി. ഇപ്പൊ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോവാ. നന്നായി. ശരി പോട്ടെ. ടോക്കൺ നമ്പർ 13. ടോക്കൺ നമ്പർ 15. ആ വാ. കമൻ. നമസ്കാരം സർ. ഇരിക്കടാ. പേടിക്കണ്ട. എന്താ പറ്റി? 3 ദിവസം മുമ്പേ പനി തുടങ്ങിയിരുന്നു. പാരസെറ്റമോൾ വാങ്ങിച്ചു കൊടുത്തു. 2 ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഭയങ്കരമായിട്ട് പനിക്കുണ്ട്. പേരെന്താ? രാഹുൽ. വയസ്സ് എത്രയായി? 11. എവിടെയാ പഠിക്കണേ? ഇൻസോൺ ജീസസ്. എന്താ പറ്റിയ നിനക്ക്? പനി. പനി. എത്ര ദിവസമായി? 2 ദിവസമായി. പേടിയുണ്ടോ? പിന്നെ നിന്നെ കൈയോടെ വെച്ചേക്കണേ. എടുക്കടാ. നേരെ ഇരിക്ക്, നോക്കട്ടെ പനിയുണ്ടോന്ന്. ശ്വാസം വലിച്ചെടുത്തേ. പേടിയുണ്ടോ? നാക്ക് നീട്ടിയേ. വാ തുറക്ക. നാക്ക് നീട്ടിയേ. അടച്ചോ. വെയിലത്ത് കളിയും കുറച്ച് കൂടുതലാ. അതെയോ? അച്ഛൻ എന്താ ചെയ്യുന്ന കുട്ടിയുടെ? ഗൾഫിലാ. എത്ര നാളായി പോയിട്ട്? 1 വർഷമായി. ഇത് പേടിക്കണ്ട കേട്ടോ, വലിയ പനിയൊന്നുമില്ല. ഞാൻ 2-3 മരുന്ന് എഴുതിത്തരാം, പിന്നെ 2 ടെസ്റ്റും.
ആ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 2 ദിവസത്തിനുള്ളിൽ ചെയ്ത് കിട്ടുകയും വേണം. ചെറിയൊരു മഞ്ഞപ്പിത്തത്തിന്റെ തുടക്കമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ചെയ്തേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ എഴുതരാം കേട്ടോ. മരുന്നാണേ. എന്താടാ പേടിയാണോ നിനക്ക്? എന്തിനാ പേടിക്കണേ? ആൺകുട്ടിലായ പേടിക്കൂ. പേടിക്കണ്ട കേട്ടോ. നിനക്ക് ഞാൻ ഒരു കൂട്ടുകാരനെ തരാം, നിന്റെ പേടി മാറ്റും. ഇതാണ് ഫേവറേറ്റ് ടെഡി ബിയർ, എന്റെ കൂട്ടുകാരൻ. ഇനി നിന്റെയും. ഇവനെ കൈവച്ചാ നിന്റെ പേടിയൊക്കെ മാറും കേട്ടോ. ഈ മരുന്ന് ഇവിടെ ഇല്ലല്ലോ. വേറെ കമ്പനിയുടെ ഇതേ മരുന്നുണ്ടോ? ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വേറെ മരുന്ന് കൊടുക്കാറില്ല. ചേച്ചി, ഈ കമ്പനിയുടെ മരുന്ന് ഇവിടെ ഇല്ലല്ലോ. വേറെ കമ്പനിയുടെ മതിയോ? ആ, എന്നാ എടുത്തു. ശരി. എത്ര? 85. ഇതെന്താ ഇത്ര മരുന്നുകള്? ഡോക്ടർമാർക്ക് കമ്മീഷൻ കിട്ടുന്ന പരിപാടിയല്ലേ ചേച്ചി. ഒരു പനി വന്നു കഴിഞ്ഞാൽ അവര് ചുമയുടെയും മേൽവേദനയുടെയും കണ്ട മരുന്നുകൾ എഴുതി കൊടുക്കുന്ന പരിപാടിയാണ് അവരുടേത്. വാ. കുട്ടൻ കിടന്നോ? വാ, ദായി മരുന്ന് കഴിച്ചോ. മരുന്ന് അങ്ങോട്ട് കഴിച്ചേ. വല്ലാത്ത വേദനയുണ്ടോ മോനെ? കിടന്നോട്ടാ. ഓ, പനിയൊന്ന് കുറഞ്ഞേ ഉള്ളൂ, അപ്പൊ തന്നെ തുടങ്ങിയല്ലോ. ഡാ മോനെ, ടിവിയും കണ്ട് കളിച്ചിരിക്കുവാണോ? മരുന്നൊന്നും കഴിച്ചില്ലല്ലോ. വാ വാ, എടുത്ത് കഴിക്ക. എനിക്ക് വേണ്ടമ്മ. യോ, ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചല്ലേ മോനെ, വേഗം കഴിച്ചു തീർക്ക്. ആ ഗ്ലാസും കൂടി എടുത്തോ. ഇനി എന്തിനാ ഈ ടെസ്റ്റ്? ചേച്ചി, ചേച്ചി, ചേച്ചി. അയ്യോ, എന്താ മോളെ? എന്ത് പറ്റി മോളെ? എന്താ കാര്യം? കുട്ടൻ പനി കൂടിയിട്ട് വിളിച്ചിട്ട് എനിക്കിടില്ല. നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോവാ. സിസ്റ്റർ, ടെമ്പറേച്ചർ? ഡോക്ടർ, എന്റെ മോൻ. ഏത് ഡോക്ടറെ നിങ്ങൾ കാണിച്ചേ? ഡോക്ടർ ഗണേഷ്. ഡോക്ടർ ഗണേഷോ? ഡോക്ടർ ഗണേഷ്? ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ചെയ്തോ? ഇല്ല ഡോക്ടർ, അത് ഞാൻ എഴുതി കൊടുത്ത മരുന്ന് കൊടുത്തോ? ആ മരുന്നെടുത്തേ. ഇതേതായി മരുന്ന്? ഞാൻ എഴുതിയതല്ലോ ഇത്. അതാ കമ്പനിയുടെ മരുന്നില്ലാത്തോണ്ട്.
ഇല്ലെങ്കിൽ എന്നെ വിളിച്ചൂടെ? അത് അത് ഇതാരാ തന്നത്? അത് അവര് ആ മെഡിക്കൽ ഷോപ്പുകാരൻ ആ കമ്പനിയുടെ ഞാനാണോ ഡോക്ടർ, അവരാണോ ഡോക്ടർ? ഞാനൊരു മരുന്ന് എഴുതുന്നത് അതിന് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാ, അല്ലാതെ കമ്മീഷൻ പറ്റാനല്ല. അതാ സമയത്ത് സമയം അതാണ് ഇവിടെ ഇല്ലാത്തത്. ഡോക്ടർ എന്നെ പോലെ. ഡോക്ടർ അനിത, കോൾ രാകേഷ്. സർ വണ്ടി റെഡി. ആ രാകേഷ്, ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കുട്ടീനെ എത്രയും പെട്ടെന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എത്തിക്കണം കേട്ടോ. അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കണം. ശരി. മോനെ മോനെ മോനെ. ഹലോ, എന്താ രാകേഷ്? ഈസ് ഇറ്റ്? ഓ മൈ ഗോഡ്. ഡോക്ടർ, We couldn't save him. മോനെ, എന്റെ പൊന്നു മോനെ കുട്ടാ. ഡോക്ടർ, our society is so dirty now. I'm taking off today. Dr. Anita, the society is not dirty. The dirty people make our society dirty.